സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 20,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 15 ബാച്ചുകളിലേക്ക് പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ എത്തിയിട്ടില്ല. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എഞ്ചിനീയറിംഗ് പഠന നിലവാരത്തിലുണ്ടായ തകർച്ച തന്നെയാണോ ഇത്തരത്തിൽ കുട്ടികളില്ലാത്തതിന് കാരണം? ഗ്രീഷ്മ, ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാകുമ്പോൾ സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള 150 കോളേജുകളിൽ 19,644 സീറ്റുകളാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത്. ഇതിൽ 15 ബാച്ചുകളിലേക്ക് ചേരാൻ കുട്ടികളെ പോലും സാങ്കേതിക സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ 12 കോളേജുകളിൽ 60% താഴെ മാത്രമാണ് വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിരിക്കുന്നത്. കൂടാതെ 92 ബാച്ചുകളുടെ പ്രവേശന പരീക്ഷാ കമ്മീഷണർ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 19,644 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിൽ 13,000 സീറ്റുകൾ മെറിറ്റ് സീറ്റുകളാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഇത് എടുത്തു കാട്ടുന്നത് തന്നെ ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നിലവാര തകർച്ച തന്നെയാണ് ഇത് പ്രധാനമായും എടുത്തുകാട്ടുന്നത്. മെറിറ്റ് സീറ്റുകളിലേക്ക് ആളെ കിട്ടാനില്ലാത്ത അവസ്ഥ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ട് കുറെ വർഷങ്ങൾ തന്നെ ആകുന്നു. ഇപ്പോൾ ഏതായാലും കൂടുതൽ ഇത്തരത്തിൽ സാങ്കേതിക സർവകലാശാല ഇത്തവണത്തെ പ്രവേശനം പൂർത്തിയാക്കുമ്പോൾ 20,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ഇതിൽ 13,000 സീറ്റ് മെറിറ്റ് സീറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളും ഏറ്റെടുത്ത നിലപാടിൽ ഉറച്ച സർക്കാർ. മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാകും സ്വാശ്രയ പ്രവേശനമെന്ന് മന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. മാനേജ്മെന്റുകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന് ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ സ്വാശ്രയ കോളേജിലടക്കം മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള അലോട്ട്മെൻറ്റ് നടക്കണം. അതിൽ വേറെ ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. അതേസമയത്ത് കോളേജിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ രീതിയിൽ ഇതിനകത്ത് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് ക്രമീകരിക്കുക, അത് ഏറ്റവും ശരിയായ ഒരു രീതിയിൽ ക്രമീകരിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റ് ചിലപ്പോൾ വലിയ ഫീസൊക്കെ പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കാനൊന്നും ഗവൺമെൻറ് തയ്യാറല്ല. പക്ഷേ എവിടെയാണ് ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ക്രമീകരിക്കുക, അത്ര മാത്രമേ സർക്കാരിൻ്റെ മുന്നിലുള്ള കോളേജുകളോട് ശത്രുതാപരമായ സമീപനമൊന്നും സ്വാശ്രയ കോളേജുകളോട് കാണിക്കുന്നില്ല. അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവരുത്, അവിടെ സാമൂഹ്യനീതിയുടെ ലംഘനം ഉണ്ടാവരുത് എന്ന് മാത്രമേ സർക്കാരിന് ആഗ്രഹമുള്ളൂ. മെഡിക്കൽ പ്രവേശനത്തിൽ മെറിറ്റ് സീറ്റിൽ പൂർണ്ണമായും സർക്കാർ ഫീസിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകണമെന്ന് SFI. ഏകീകൃത ഫീസ് എന്ന സർക്കാർ നിലപാട് അംഗീകരിക്കുന്നില്ല. ആരോഗ്യമന്ത്രിയെ നിലപാട് അറിയിക്കുമെന്നും അംഗീകരിച്ചില്ലെങ്കിൽ സമര നടപടികൾ ആരംഭിക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി M. വിജിനും പ്രസിഡന്റ് ജെയ്ക് തോമസും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഞങ്ങൾ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കും. മെറിറ്റ് സീറ്റ് പൂർണ്ണമായും കേരളത്തിലെ കുട്ടികൾക്ക് ഗവൺമെന്റ് ഫീസ് പഠിക്കാൻ ആവശ്യമായി ഇടപെടൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് SFIയുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ കാണും, ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിക്കും. ആ രീതിയിലുള്ള സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എങ്കിൽ അടുത്ത തുടർ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ അപ്പുറം ഏകീകൃത ഫീസ് മെറിറ്റ് സീറ്റിലും മാനേജ്മെന്റ് ഫീസ് അത് അംഗീകരിക്കാനാവുന്നതല്ല. മെറിറ്റ് സീറ്റിൽ പൂർണ്ണമായി ഗവൺമെന്റ് ഫീസിൽ പഠിപ്പിക്കാൻ ആവശ്യമായ സൗകര്യമില്ല. പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥികളുടെ സമരം ശക്തമാവുന്നു. മാനേജ്മെന്റിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ തിരുത്തും വരെ സമരം തുടരാൻ തീരുമാനം. സമരത്തിന് പിന്തുണയുമായി SFI നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടന്നു. കരുണ മെഡിക്കൽ കോളേജിൽ സമരം നടത്തുന്ന MBBS വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിച്ചത്. ഇവർ പെൺകുട്ടികളെ കമന്റടിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത മാനേജ്മെന്റ് ലേഡീസ് ഹോസ്റ്റലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാരെയാണ് നിയോഗിച്ചതെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ഈ 7 മണി വരെ പഠിച്ചിട്ട് ലൈബ്രറിയിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന പെൺകുട്ടികൾ കമന്റ് അടിക്കും, അവർ ഫോട്ടോ വരെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതയുള്ളത്? ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട്. എങ്ങോട്ട് ഓടിപ്പോവാനാ? ഇവിടുന്ന് വിളയോടി വരെ ചെന്നുമ്പോഴത്തേക്കും അവർ എല്ലാം നടത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ ഇവിടെ ജീവിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരും പുറത്തുനിന്നെത്തിയ ഒരു സംഘവും ചേർന്ന് ആൺകുട്ടികളെ മർദ്ദിച്ചിരുന്നു. ഇതോടെയാണ് സമരം ആരംഭിച്ചത്. മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി ഭയന്ന് വായ്മൂടിക്കെട്ടിയാണ് കുട്ടികൾ മാധ്യമങ്ങളെ കാണുന്നത്. സമരത്തിന് പിന്തുണയുമായി SFI നേതൃത്വത്തിൽ കരുണ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റിയോയിൽ അവഗണന നേരിട്ട OP ജയശയ്ക്ക് സംസ്ഥാനത്തിന്റെ സഹായം. ജയശയ്ക്ക് ആവശ്യമായ സഹായം നൽകുമെന്ന് മന്ത്രി EP ജയരാജൻ ജയശയെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. പിന്നെ ജയ്ഷ, നിങ്ങളുടെ വാർത്ത ഇന്ന് പത്രത്തിലൂടെ ഞാൻ അറിഞ്ഞത്, അത് 42 കിലോമീറ്റർ നിങ്ങൾ ഓടിയെന്നാണ് പത്രത്തിൽ ഞാൻ വായിച്ചത്. ഫിനിഷിംഗ് പോയിന്റിൽ നിങ്ങൾ എത്തി.
ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ തകർന്ന് വീണു. പിന്നെ നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു. 3 മണിക്കൂറോളം നിങ്ങൾ ബോധം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഒരു പ്രമുഖ കായിക താരത്തിനുണ്ടായിരുന്നൊരു അവസ്ഥ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉത്കണ്ഠപ്പെടുത്തുന്ന. ഇതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇങ്ങനെ ഇനിയൊരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കണമെന്നുള്ള കാര്യങ്ങൾ അറിയിക്കാം. കാരണം ഞങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടല്ല ഈ ഒളിമ്പിക്സൊക്കെ കാണുന്നത്. ഇനി ഞങ്ങൾ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ? റിയോ ഒളിമ്പിക്സിൽ OP ജയ്ഷയ്ക്ക് അവഗണന നേരിട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കി. അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതുപക്ഷ MPമാർ കായിക മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. എം സന്തോഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗ്രീഷ്മ, റിയോ ഒളിമ്പിക്സിൽ മാരത്തോൺ മത്സരത്തിനിടെ വെള്ളം കിട്ടാതെ കുഴഞ്ഞു വീഴുകയും 3 മണിക്കൂർ അബോധാവസ്ഥയിൽ കഴിയേണ്ടി വരികയും ചെയ്തുവെന്ന OP ജയ്ഷയുടെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സംഭവത്തെ തുടക്കത്തിൽ നിസ്സാരവൽക്കരിച്ച കായിക മന്ത്രാലയം വിവിധ കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായതോടെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിനായി 2 അംഗ സമിതിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MPമാർ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഏതായാലും മറ്റ് പല കോണുകളിൽ നിന്നും ദേശീയ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം പ്രഖ്യാപിക്കാൻ കേന്ദ്ര കായിക മന്ത്രാലയം തീരുമാനിച്ചത്. അതിനിടെ ജയ്ഷയോ കോച്ചോ ആവശ്യപ്പെടാത്തതിനാലാണ് വെള്ളം നൽകാത്തത് എന്ന വിചിത്രവാദവുമായി അത്ലറ്റിക് ഫെഡറേഷൻ രംഗത്തെത്തുകയുണ്ടായി. ഇതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഗിരീഷ്, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. റിയോയിൽ ഇന്ത്യൻ അധികൃതരിൽ നിന്നും കനത്ത അവഗണന നേരിട്ടെന്ന OP ജയ്ഷയുടെ പരാതിയിൽ വിചിത്രവാദവുമായി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഓട്ടത്തിനിടെ ജയ്ഷയോ കോച്ചോ കുടിവെള്ളം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ. ആവശ്യപ്പെടാതെ വെള്ളം കൊടുക്കുന്ന പതിവില്ലെന്നും വിശദീകരണം. കായിക താരത്തിന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ടാക്കിയ കനത്ത അനാസ്ഥ കാണിച്ചിട്ടും വിചിത്രമായ ന്യായവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. OP ജയ്ഷയോ കോച്ചോ ആവശ്യപ്പെടാത്തതിനാലാണ് വെള്ളം നൽകാതിരുന്നത് എന്നാണ് ഫെഡറേഷന്റെ വിശദീകരണം. ഒളിമ്പിക് സംഘാടകർ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നുവെന്നും അത്ലറ്റിക് ഫെഡറേഷൻ വ്യക്തമാക്കുന്നു. 2.5 കിലോമീറ്റർ പിന്നിടുന്ന സ്ഥലത്ത് എല്ലാ രാജ്യങ്ങളും അവരുടെ കായിക താരങ്ങൾക്ക് വെള്ളവും ഗ്ലൂക്കോസും എനർജി ജെല്ലുകളും തയ്യാറാക്കി വച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ഡെസ്കിൽ ദേശീയ പതാകയല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു OP ജയ്ഷയുടെ വെളിപ്പെടുത്തൽ. അത്ലറ്റിക് ഫെഡറേഷന്റെ വാദം തെറ്റാണെന്നും വെള്ളം വേണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ജയ്ഷ പ്രതികരിച്ചു. എന്നോട് ആരും വെള്ളം വേണോ വെള്ളം വേണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോ കോച്ച് വെള്ളം വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് എന്നോട് ചോദിക്കേണ്ട കടമയുണ്ട്. കാരണം ഞാനാണ് അവിടെ റേസ് ചെയ്യുന്നത്. 42 ഡിഗ്രി ചൂടിൽ ഞാൻ അവിടെ 42 കിലോമീറ്റർ മാരത്തോൺ ഓടുമ്പോൾ ഞാൻ ഒരിക്കലും വെള്ളം വേണ്ടെന്ന് പറയില്ല. എനിക്ക് അത്രയ്ക്ക് വിവരമില്ലാത്തല്ല. കാരണം വെള്ളം വേണോ വേണ്ടിയോ എന്ന് എന്നോട് അവിടെയുള്ള ഒരാളും ചോദിച്ചിട്ടുമില്ല. ഞാൻ ആരോടും വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. സ്വന്തം അനാസ്ഥ ന്യായീകരിക്കുകയും കായിക താരത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്ത അത്ലറ്റിക് ഫെഡറേഷന്റെ സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി KT ജലീൽ. മരുന്ന് കുത്തിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനത്ത് തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിലും തലസ്ഥാനത്ത് ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലുമാണ് സർക്കാർ തീരുമാനം. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി KT ജലീൽ വ്യക്തമാക്കി. ആക്രമണകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെരുവുനായ്ക്കളെ കൊല്ലുന്ന ജനങ്ങൾക്കെതിരെ കേസെടുക്കില്ല. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. നായ്ക്കളുടെ വന്ധീകരണത്തിനും ആക്രമണകാരികളെ കൊല്ലുന്നതിനുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസിൽ വ്യക്തമാക്കി. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രതിസന്ധിയാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മേയർ VK പ്രശാന്തും വ്യക്തമാക്കി. അതേസമയം പേവിഷ പ്രതിരോധ വാക്സിൻ ലോബി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് പരിഹാരമായി കേന്ദ്രീകൃത പദ്ധതിയുമായി ജപ്പാൻ സംഘം വന്നിട്ടുണ്ടെന്നും ഇതിൽ ആദ്യ പരീക്ഷണ പദ്ധതി കൊച്ചിയിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മദ്യനയത്തിൽ പുനരാലോചന വേണമെന്ന കാര്യത്തിൽ മാറ്റമില്ലെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ. മുൻ സർക്കാരിന്റെ മദ്യനയം മൂലം ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. വിനോദസഞ്ചാര മേഖലയിലെങ്കിലും മദ്യനയത്തിൽ ഇളവ് വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. എന്നോട് കഴിഞ്ഞ ദിവസം മദ്യമില്ലാത്ത കൺവെൻഷൻ സെൻറ്ററിൽ അവിടെയൊന്നും മദ്യമില്ലല്ലോ, അവർ പറഞ്ഞു മാസത്തിൽ 20 ബുക്കിംഗ് കിട്ടിയിരുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ 2 ബുക്കിംഗാണ് വരുന്നത്. കോൺഫറൻസുകൾ കേരളത്തിൽ നിന്ന് പോവുകയാണ്. അത് വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ അംഗീകരിക്കണം. ഈ പറയുന്ന രീതിയിൽ മദ്യമൊഴുക്കണം എന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഈ പ്രശ്നം വന്നു പെട്ടിട്ടുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യണം ആരായാലും. ചിലരത് രഹസ്യമായി പൊതിഞ്ഞു വെച്ച് പറയുന്നു. ഞാനത് കണ്ട പഠനത്തിൻ്റെ കാര്യം നിങ്ങളോട് വസ്തുതാപരമായി വിശദീകരിച്ചു. അതിൻ്റെ അർത്ഥം ഞാനുടനെ മദ്യഷാപ്പുകൾ കേരളത്തിലാകമാനം അനുവദിക്കണം എന്ന ആവശ്യമല്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും. മദ്യം ഓൺലൈനായി വിൽക്കില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. ഓൺലൈൻ വിൽപ്പന കൺസ്യൂമർ ഫെഡിന്റെ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ മദ്യ വിൽപ്പന എന്നത് ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞത് മാത്രമേ അതൊരു നിർദ്ദേശം മാത്രമാണ്. എല്ലാ നിർദ്ദേശവും വരട്ടെ. നമുക്ക് ഓൺലൈൻ മദ്യ വിൽപ്പന നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല നിലവിലുള്ള നിയമവും അതിന് അനുവദിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ മേലെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു. അത്തരം നിർദ്ദേശങ്ങൾ പലതും വരുന്നുണ്ട്. ഗവൺമെന്റ് മുമ്പിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. മദ്യത്തെ എങ്ങനെ തടയാം, ലഹരി എങ്ങനെ തടയാം. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യ നൽകിയ 9 വിലാസങ്ങളിൽ 6 എണ്ണവും UN സ്ഥിരീകരിച്ചു. ദാവൂദ് പാകിസ്ഥാനിലില്ലെന്ന കാലങ്ങളായുള്ള പാക്വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. വിവിധ കാലഘട്ടങ്ങളിലായി പാകിസ്ഥാനിൽ നിന്നും കരസ്ഥമാക്കിയ പാസ്പോർട്ടുകളുടെ വിവരങ്ങളും ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടു. കറാച്ചി, റാവൽപിണ്ടി, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ വിലാസങ്ങളിലാണ് UN സ്ഥിരീകരിച്ചത്. ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് മുകളിലൂടെയുള്ള വ്യോമപാത ഒഴിവാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ജെറ്റ് എയർവേസ്, സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികളാണ് വ്യോമയാന മന്ത്രാലയത്തിൽ അപേക്ഷ നൽകിയത്. പാക് പാത ഒഴിവാക്കി അറബിക്കടലിനു മുകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. പാകിസ്ഥാൻ വഴി ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാന കമ്പനികളാണ് അഭ്യർത്ഥനയുമായി വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചത്. ഇന്ത്യ പാക് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാക് വ്യോമപാതയിലെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നാണ് കമ്പനികൾ പറയുന്നത്. വ്യോമ നാവികസേനകൾക്ക് അനുവദിച്ചിട്ടുള്ള പാത ലഭ്യമാക്കണമെന്നാണ് സ്പൈസ് ജെറ്റ് നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാമ്പത്തിക കാരണങ്ങളും കമ്പനികളുടെ ആവശ്യത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. പുതിയ റൂട്ട് ലഭിച്ചാൽ ഇന്ധന ചെലവിൽ വലിയ കുറവ് വരുമെന്നും സ്പൈസ് ജെറ്റ് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച പഠന റിപ്പോർട്ടും വിമാന കമ്പനികൾ സമർപ്പിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, അധിക ഇന്ധന ചെലവ്, കാർബൺ പുറന്തള്ളുന്നതിലെ വ്യത്യാസം തുടങ്ങി പാക് പാതയിലൂടെ പറക്കുമ്പോഴുള്ള പ്രതികൂല ഘടകങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാന് മുകളിലൂടെയുള്ള പാത ഒഴിവാക്കിയാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ വിമാന കമ്പനികളുടെ അപേക്ഷയിൽ വ്യോമയാന മന്ത്രാലയം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുടങ്ങിക്കിടന്ന കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ആലപ്പുഴയിൽ നടന്നു. കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. കയർ മേഖലയ്ക്ക് 280 കോടിയിലധികം രൂപ അനുവദിക്കുമെന്നും കയർ മേഖല പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും മന്ത്രി തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. കയർ തൊഴിലാളികൾക്ക് വരുമാന സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനൊപ്പം തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുമെന്ന് കയർ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴയിൽ കയർ തൊഴിലാളി പെൻഷൻ വിതരണോദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വ്യവസായത്തെ സംരക്ഷിക്കും, വ്യവസായത്തെ പുനഃസംഘടിപ്പിക്കും, കേരളത്തിലെ കയർ വ്യവസായത്തെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒരാൾക്കും സംശയം വേണ്ട. അതിനു വേണ്ടിയുള്ളൊരു പുനഃസംഘടനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ പുനഃസംഘടന കുറച്ച് ചെലവേറിയിട്ടുള്ളതാണ്. അതിനുള്ള പണം കണ്ടെത്തുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. സ്വകാര്യ സംരംഭകരുമായി ചേർന്ന് വൻകിട വ്യവസായശാല സ്ഥാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എല്ലാവരുമായി നമ്മുടെ ഈ വ്യവസായത്തെ സംരക്ഷിക്കണം, ഈ വ്യവസായത്തെ വികസിപ്പിക്കണം, ഇവിടെ തൊഴിലെടുക്കുന്നവർക്ക് സുരക്ഷിതത്വം നൽകണം. ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് കയർ തൊഴിലാളി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നിൽക്കണമെന്ന് ഞാൻ പറയാം. കയർ മേഖലയ്ക്ക് പഴയകാല പ്രൗഢി തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാടുമായി മത്സരിക്കാൻ കഴിയുന്ന ആധുനിക യന്ത്ര സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കയർ അപ്പെക്സ് ബോർഡ് വൈസ് ചെയർമാൻ ആനത്തലവട്ടമാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയർ വികസന ഡയറക്ടർ N പത്മകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് G വേണുഗോപാൽ, CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. സംഘടനാ തെരഞ്ഞെടുപ്പും പുനഃസംഘടനയും ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറ്റമുണ്ടാകില്ലെന്ന് രമേശ് ചെന്നിത്തല. സംഘടനാ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ചെയ്യും. സുധാകരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ആ എല്ലാ വികാരങ്ങളും ഞങ്ങൾ പ്രവർത്തകരുടെ വികാരങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിലുണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള അനിശ്ചിതത്വവും മാറി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കശ്മീർ പ്രശ്നത്തിൽ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്ന് AK ആന്റണി. സമാധാന ശ്രമങ്ങൾക്ക് സർക്കാർ മുൻകൈയെടുക്കണം. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമാണ് പലരും സ്വീകരിക്കുന്നതെന്നും ആന്റണി പറഞ്ഞു. പാർലമെന്റിൽ ഒന്നടങ്കം പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടതുപോലെ കാശ്മീരിലേക്ക് ഒരാൾ ഡെലിഗേഷൻ അയക്കണം. അതിനുശേഷം ഗവൺമെൻറ് മുൻകൈയെടുത്ത് പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് വെച്ചിട്ടുള്ള ഡയലോഗ് ആരംഭിക്കണം. അതുമാത്രമാണ് കാശ്മീർ പ്രശ്നങ്ങളിൽ പോകാൻ വഴി. അല്ലാതെ ശക്തി കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാകാൻ സാധ്യമല്ല. ആവശ്യമില്ലാത്ത വീരസ്യം പറഞ്ഞുകൊണ്ട് അവിടെ പ്രകോപനം ഉണ്ടാക്കുന്നത് അപകടമാണ്. സ്ത്രീകളെ ദുരുദ്ദേശത്തോടെ നോക്കിയാൽ കേസെടുക്കാമെന്ന് ഋഷിരാജ് സിംഗ്. അതിന് 14 സെക്കൻഡ് തന്നെ വേണമെന്നില്ലെന്നും ഋഷിരാജ് സിംഗ് കാസർഗോഡ് പറഞ്ഞു. നമ്മുടെ സമയമൊന്നും നോക്കണ്ട, ഒറ്റ നോട്ടം മതി. ഒരു സ്ത്രീയെ ഒരു മോശമായ രീതിയിൽ കണ്ടിട്ട് ആ സ്ത്രീക്ക് അങ്ങനെ തോന്നിയാൽ മതി കേസെടുക്കാം. ശരിയല്ലേ? Would you not feel humiliated? Would you not feel humiliated? ഇവിടെ ആണെന്ന ഒരു മോശമായ ഒരു പ്രവണത, അത് only a lady can understand. ഒറ്റ നോട്ടം പോരേനാണ് എന്റെ ചോദ്യം. Yes or no? സൗദിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട 3 മലയാളികൾ മടങ്ങിയെത്തി. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് സ്വദേശികളായ പ്രവാസികൾ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. സർക്കാർ തങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് മടങ്ങിയെത്തിയവർ ആവശ്യപ്പെട്ടു. കണ്ണൂർ സ്വദേശി ഷിജോ മാത്യു, മലപ്പുറം സ്വദേശി മുഹമ്മദ് കാരക്കുഴിയൻ, കോഴിക്കോട് സ്വദേശി ഷബീർ എന്നിവരാണ് തിരിച്ചെത്തിയത്. സൗദിയിലെ ഓജർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇവർക്ക് ജനുവരി മുതലുള്ള ശമ്പളം ലഭിച്ചിട്ടില്ല. 1 മാസത്തോളമായി പട്ടിണിയിലായിരുന്നുവെന്നും ഇവർ പറയുന്നു. ജൂലൈ 25 മുതൽ ഫുഡ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവരെന്നായിരുന്നു ക്യാമ്പിലെ ക്ലീനിങ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാമ്പിൽ ഫുള്ളായിട്ട് മാലിന്യം കുമിഞ്ഞുകൂടാനും പിന്നെ വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് സൗദിയിൽ നിന്ന് നേരിട്ട് കൊച്ചിയിലെത്താൻ സഹായകമായത്. പിണറായി വിജയൻ സാറ് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ എംബസിയായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വീണ്ടും വരാൻ തയ്യാറാണെന്നുള്ള അറിയിച്ചത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിലേക്കെത്താനുള്ള യാത്രാ ചെലവായി ഇവർക്ക് 2000 രൂപ നോർക്ക നൽകിയിട്ടുണ്ട്. നിരവധി പേർ തൊഴിൽ നഷ്ടപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇവരെ കൂടി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും മടങ്ങിയെത്തിയവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.